ഇന്ന് കർക്കിടകം രാശിക്കാർക്ക് എന്ത് ഫലമൊക്കെയാണ് ഈ വർഷം ലഭിക്കുക എന്നുള്ള ആ ഒരു കാര്യമാണ് നോക്കുന്നത്. 2025 നടന്നുകൊണ്ടിരിക്കുന്ന ഈ വർഷത്തിൽ എങ്ങനെയുള്ള ഒരു ഫലമായിരിക്കും ലഭിക്കുക എന്നാണ്. അപ്പോൾ ഈ കർക്കിടകം രാശിക്കുള്ളിലുള്ളത് പുണർതം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ 3 നക്ഷത്രക്കാർക്കും തന്നെ എന്ത് വിധത്തിലുള്ള ഫലം അവിടെ ലഭിക്കുമെന്നുള്ളതാണ് പ്രധാനമായിട്ടും നോക്കുന്നത്. ഈ 3 നക്ഷത്രക്കാർക്കും തന്നെ ഒരു 6 മാസക്കാലം, അതായത് ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടങ്ങളൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം തന്നെയായിരിക്കും. എന്ന് വെച്ച് ഒരു കാര്യങ്ങളും നടക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമില്ല. ഇപ്പോൾ മാർച്ച് വരെയുള്ള കാര്യം, ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെയുള്ള കാര്യത്തെ എടുത്ത് നോക്കിയാൽ നിങ്ങൾ പല വിധത്തിലുള്ള തൊഴിലുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കും. ചിലരൊക്കെ നൃത്തം സംബന്ധപ്പെട്ട കാര്യത്തിനും കലാപരമായ ഇടങ്ങളിലുമൊക്കെ വർക്ക് ചെയ്യുന്നവരാവും. അല്ലാതെ പല വിധത്തിലുള്ള തൊഴിലുകളിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ വരുന്ന കാലഘട്ടങ്ങളൊക്കെ, മാർച്ച് വരെ നിങ്ങൾ എന്ത് പ്രവർത്തനങ്ങളൊക്കെ നടത്തിയാലും അതിനുള്ള ഒരു പ്രതിഫലം, അതായത് ഒരു അഭിനന്ദനങ്ങളൊന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അതിൻ്റേതായ ഒരു പ്രതിഫലവും ഒരു കൃത്യമായ രീതിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളും തന്നെ അവിടെ വരുന്നില്ല. എന്നുള്ളത് തന്നെയും ഒരു ചെറിയ രീതിയിലുള്ള അപ്രിസിയേഷനൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി അവിടെ പ്രതീക്ഷിക്കാം എന്ന് മാത്രം. അതായത് നിങ്ങളുടെ മനസ്സിനൊക്കെ വളരെ ദുഃഖാവസ്ഥയൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തെ അവിടെ സൃഷ്ടിക്കുമെന്നുള്ളതിന് തർക്കമില്ല. അതിന് ശേഷം വരുന്ന ആ ഒരു കാലഘട്ടത്തിലും നിങ്ങൾക്ക് ഈ പണം സംബന്ധിച്ച ഇടങ്ങളിലൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഈ രാശിയിൽപ്പെട്ട പലരും തന്നെ ഷെയർ മാർക്കറ്റ് പോലുള്ള പല കാര്യങ്ങളിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ലോസ് ആവുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചിന്തയോടുകൂടി പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നവർക്ക് വളരെയേറെ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുകയും അതുമൂലം വളരെയേറെ പണം സംബന്ധിച്ച വിഷയങ്ങളിലൊക്കെ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. കടബാധ്യതകളൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളൊക്കെയും ഈ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കാം. അതുപോലെ നിങ്ങൾക്ക് പല വിധത്തിലുള്ള, അതായത് തൊഴിൽപരമായ ഇടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ടും ഒക്കെ മാറി വരുന്ന ഒരു സാഹചര്യവും ഈ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കാം. അതായത് 2024 എങ്ങനെ ആയിരുന്നോ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിരിക്കും ഈ ഒരു 6 മാസക്കാലവും നിങ്ങൾക്ക് ഉണ്ടാകുക എന്നുള്ളതിന് തർക്കമില്ല. 6-ാം മാസത്തിന് ശേഷം വരുന്ന, അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളൊക്കെ തന്നെ വളരെ ഗുണകരമായ ഒരു കാലഘട്ടം തന്നെയായിരിക്കാം. അപ്പോൾ ഈ ഒരു സന്ദർഭങ്ങളിലൊക്കെയും നിങ്ങൾ ഇതുപോലെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ ഒരു കാലഘട്ടങ്ങളെ പരമാവധി, അറിവ് ഉള്ളവർക്ക് പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും. അതുപോലെ കലാപരമായ വാസനകളോടുകൂടി ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് അതിൻ്റേതായ മുന്നേറ്റങ്ങളൊക്കെ ലഭിക്കും. അതുപോലെ വീടൊക്കെ വയ്ക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് വീട് വയ്ക്കാനുള്ള വഴി കിട്ടും. അതുപോലെ സ്ഥലം വാങ്ങി വീട് വയ്ക്കാനുള്ള ആവശ്യം, അങ്ങനെ വഴി കിട്ടും. അങ്ങനെ പല വിധത്തിലും നിങ്ങൾക്ക് സമ്പത്തുപരമായ ഉയർച്ചകളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഈ 2025 ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക. സെപ്റ്റംബർ മാസത്തിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. സെപ്റ്റംബർ മാസം, അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസം, ഈ കാലഘട്ടങ്ങളൊക്കെയും തന്നെ ഇതിൻ്റെ ഒരു 50% വീണ്ടും നിങ്ങൾ കൈനഷ്ടമൊക്കെ വരുന്ന ഒരു സാഹചര്യങ്ങളും, തൊഴിൽപരമായ ഇടങ്ങളിൽ വീണ്ടും പഴയതുപോലെ തന്നെ ഒരു നിലവാരത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം കൂടിയൊക്കെ ആയി മാറും. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തേക്ക് മുന്നിൽ നിർത്തിക്കൊണ്ട് വേണം നിങ്ങളെ ഇപ്പോഴുള്ള ആ പ്രവർത്തനങ്ങളിലൊക്കെ മുന്നോട്ട് സഞ്ചരിക്കുവാനായിട്ട്. അപ്പോൾ ധനപരമായ കാര്യങ്ങളിലൊക്കെ വലിയ കടബാധ്യതകളിലേക്കൊന്നും പോകാൻ പാടുള്ളതല്ല. അതുപോലെ പഠിത്തം സംബന്ധപ്പെട്ട, വിദ്യാഭ്യാസം സംബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെയും തന്നെ ഒരു പെട്ടെന്നുള്ള ഒരു ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് എന്ത് കാര്യമായാലും അതിന് 100% നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വിജയം കിട്ടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം തന്നെയാണ് 2025. അപ്പോൾ ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നെഗറ്റീവായി പോയി എന്ന് തോന്നുന്നത്. കാരണം ഈ നെഗറ്റിവിറ്റി നമുക്ക് എപ്പോഴും മനസ്സിൽ വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെ ഒരു മുന്നൊരുക്കത്തോടു കൂടി നിങ്ങൾക്ക് പ്രവർത്തനം കാഴ്ചവെക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലൂടെ സഞ്ചരിക്കുമ്പോഴും നിങ്ങൾക്ക് ഈ 2025, 23, 24 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്യുവാനായിട്ട് കിട്ടുന്ന 90 ദിവസമെങ്കിൽ അത്രയും തന്നെയാണ് നിങ്ങൾക്ക് ധാരാളമായി വരുന്നത്. കാരണം നിങ്ങൾക്ക് അത്രത്തോളം കഴിവുകൾ ഉണ്ട് എന്നുള്ളതിന് യാതൊരുവിധ തർക്കവുമില്ല. ആയില്യത്തിനാണെങ്കിൽ അതുപോലെ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ആ ഒരു കഴിവൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാലഘട്ടങ്ങളെ മുൻനിർത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ ധനപരമായ ഇടങ്ങളിൽ എവിടെയെങ്കിലും കടങ്ങളൊക്കെ വാങ്ങി ആർക്കെങ്കിലുമൊക്കെ സഹായിക്കും. അതൊക്കെ തിരിച്ച് കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. കടബാധ്യതകൾ വന്നു കഴിഞ്ഞാൽ കടക്കാരെ കണ്ട് മാറി നടക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു മുന്നൊരുക്കം ലഭിക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു കാര്യങ്ങളിലേക്കൊന്ന് പോകാൻ പാടുള്ള ഈ സമയങ്ങളിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊക്കെ ആവും എന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് കഴിയുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ വരുന്ന 2025.
ഇതുവരെയും വിവാഹത്തിന് തടസ്സമായിരുന്നവർക്കൊക്കെ തന്നെ ആ ഒരു തടസ്സമൊക്കെ മാറി വിവാഹങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അത് 100% അത് നടക്കുന്ന ഒരു കാലഘട്ടം തന്നെ ആയിരിക്കും ഈ 2025. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ 2025 നിങ്ങൾക്ക് വളരെയേറെ ഗുണകരമായ മാറ്റങ്ങളുണ്ടാകും. അതുപോലെ തന്നെ കുട്ടികളുടെ പഠിപ്പ് സംബന്ധപ്പെട്ട വിഷയങ്ങളിലെ പഠനം സംബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അതൊക്കെ തന്നെ മാറി അവർക്ക് നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുവാനൊക്കെയുള്ള ഒരു സാഹചര്യത്തെ ഇവിടെ സൃഷ്ടിക്കുന്ന ഒരു കാലം തന്നെയാണ്. അപ്പോൾ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടം നിങ്ങൾക്ക് വളരെ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമെന്നുള്ളതിന് യാതൊരുവിധ തർക്കവുമില്ല. പക്ഷേ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു എഫർട്ട് ഇവിടെയും ഫോഴ്സ് കൊടുക്കണമെന്ന് മാത്രം. ആ കൊടുക്കുന്നതിന് ഈ വർഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലം ലഭിക്കുമെന്നുള്ളതും നിശ്ചയമായ ഒരു കാര്യമാണ്. അപ്പോൾ സമ്പത്തുപരമായ കാര്യത്തിൽ മാത്രം നിങ്ങൾ ശരിയായ രീതിയിലൊരു തീരുമാനമെടുക്കേണ്ടത് വളരെയേറെ നിർണായകം തന്നെയാണ്. കുടുംബത്തിൽ അതുമല്ല അനാവശ്യമായി ആരോടും വാക്ക് തർക്കങ്ങൾക്കൊന്നും പോകാൻ പാടുള്ള, അതായത് ഈ ചില കാലഘട്ടങ്ങൾ നിങ്ങൾക്ക് അത് വലിയ വഴക്കുകളിലേക്ക് പോവുകയും അത് സാമ്പത്തികപരമായും മാനസികപരമായൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ ഈശ്വര ചിന്തയുമായി നടക്കേണ്ട ഒരു സാഹചര്യവും കാലഘട്ടവും കൂടി ആക്കി മാറ്റും അത് എന്ന് പറയുന്നത്. അത് കേതുവിൻ്റെ ആ ഒരു സഞ്ചാരഗതിയൊക്കെ നിങ്ങളെ ഈശ്വരനിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് ഇനി എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ അവിടുന്ന് പാടുപെടുന്നു എന്നോ ചിന്താഗതിയൊക്കെ, പ്രത്യേകിച്ച് പുണർന്നക്കാർക്ക് മിക്കവാറും അങ്ങനെയൊക്കെ ഒരു സാഹചര്യവും ഒക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ചിന്താഗതിയൊക്കെ മാറ്റണം. എൻ്റെ വഴികളെല്ലാം ഓപ്പണായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ ഈ വർഷം ഞാൻ എത്രത്തോളം അധ്വാനിക്കുന്നുവോ അല്ലെങ്കിൽ എത്രത്തോളം എന്നെ പിന്നിലേക്ക് ചവിട്ടിത്തള്ളിയോ അവിടെയൊക്കെ മുന്നിലേക്ക് എനിക്ക് വഴികൾ തുറന്നിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നിടത്തോളം നിങ്ങൾക്ക് ഈ വർഷം ഗുണകരമായ ഒരുപാട് മാറ്റങ്ങളും സമ്പത്തുപരമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ ഈ വർഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമെന്നുള്ളതിന് യാതൊരുവിധ തർക്കവുമില്ല. ശുഭം.